ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന് ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സുരേന്ദ്രനെയും ആ കൂടെ ഉണ്ടായിരുന്ന ആ ബംഗാളി പണിക്കാരനുണ്ടല്ലോ, അയാളെയാണ്. അളിയൻ എന്തൊരു ദുഷ്ടനാ എന്നിങ്ങനെ സുരേന്ദ്രൻ ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് വർക്ക് സൈറ്റിൽ വെച്ച് എന്തെങ്കിലും അപകടം പറ്റിയ അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണം. അത് ചെറിയ തുകയൊന്നും പോരാ. അളിയന് എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ കാരണം എത്ര രൂപയാ ലാഭം ഉണ്ടായെന്നറിയോ? എന്നിട്ട് എന്തെങ്കിലും ഒരു നന്ദി അതുമില്ല. എന്താ ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പൊ നന്ദി കെട്ട ഉലകമാന്ന് പറഞ്ഞതാ എന്റെ പൊന്നടാ. എന്താ ചേട്ടാ എന്ന് ചോദിച്ചു. ഒന്നുമില്ല ഡാ, ഇത് പിടിച്ചേ, ഇത് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയണം എന്ന് പറഞ്ഞു. ഇത് സർവൺ ചേട്ടന്റെ ഡ്രസ്സല്ലേ എന്ന് ചോദിച്ചു. നിന്റെ ഒരു സർവണൻ, ദേ തൽക്കാലം ഞാൻ പറയണ പോലെ അനുസരിച്ചാ മതി, നീ പോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവന് ഇതും കൊണ്ട് അങ്ങ് പോകുമ്പോഴേക്കും നമ്മുടെ ശങ്കറിന്റെ ഫോണ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം വേഗം തന്നെ ഈ ഫോണിനകത്തെ സിം ഊരി മാറ്റി എന്നിട്ട് ഈ ഫോൺ ഇവിടെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിവിടെ പോകുന്ന വഴിക്ക് കളഞ്ഞേരെ, ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയണം സോറി ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇവന് ഇത് വാങ്ങിക്കൊണ്ട് ഈ പുള്ളി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ശരവണന്റെ ഡ്രസ്സും അതുപോലെ തന്നെ മൊബൈലും ഒക്കെ വാങ്ങിക്കൊണ്ടാണ് പോണത്. അപ്പം ശരിക്കും പറഞ്ഞാൽ സുരേന്ദ്രന് ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. ഇവൻ ഈ സിമ്മൊക്കെ കടിച്ചു പിടിച്ച് ഓടിച്ചൊക്കെ കളയാണ്. ഇനി ഒരു അന്വേഷണം വന്നാൽ സുരേന്ദ്രൻ കുടുങ്ങാൻ പാടില്ലല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. പിന്നെ കാണുന്നത് നമ്മുടെ വേണീനെയാണ്. അപ്പൊ വേണി കിച്ചണിൽ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വേണിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ഇപ്പോഴാണ് ഈ പാതിരാത്രിക്ക് വിളിക്കണത്, പരിചയമില്ലാത്തൊരു നമ്പറാണല്ലോ എന്ന് ഓർത്ത് വേണി ഫോണൊക്കെ എടുത്തു. ഹലോ വേണി, ഇത് ഞാനാ ഗൗരി എന്ന് പറഞ്ഞു. ഗൗരി, നീ ഇത് എവിടുന്നാ വിളിക്കുന്നത് എന്ന് ചോദിച്ചു. അത് പിന്നെ ജയിൽ സൂപ്രണ്ട് ലക്ഷ്മി മേഡത്തിന്റെ ഫോണിൽ നിന്നാ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. വേണി, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതുകൊണ്ടാ നിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചത്. എന്താ ഗൗരി, എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ജയിലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ. വേണി, ശങ്കറിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. എന്റെ ഉള്ളില് അങ്ങനെ ഒരു തോന്നല്. അതുകൊണ്ട് ആർക്ക്? നമ്മുടെ ഏട്ടനോ എന്ന് ചോദിച്ചു. ഇല്ലെന്നേ, ഏട്ടന് ഒരു കുഴപ്പമില്ല എന്റെ പൊന്നു ഗൗരി. അങ്ങനെ അല്ല വേണി എന്ന് പറഞ്ഞു. നിന്നെ വിളിക്കുന്നതിന് മുൻപ് ഞാൻ ശങ്കറിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. നീ ഏട്ടനെ വിളിച്ചിരുന്നോ? ആഹാ, എങ്കിൽ ഏട്ടന് ഭയങ്കര നന്നായി കേട്ടോ, സന്തോഷായിട്ടുണ്ടാവൂട്ടോ എന്ന് പറഞ്ഞു. ഇല്ല വേണി, ഒരിക്കലും ഇല്ല. എനിക്ക് ശങ്കറിനോട് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതെന്താ? ശങ്കറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആ വേണി, അതുകൊണ്ടാ 2-3 ബെല്ലടിച്ച് പെട്ടെന്ന് ഫോൺ ഓഫ് ആവുക ചെയ്തത് എന്ന് പറഞ്ഞു. ഫോൺ ഓഫ് ആയതല്ല, അത് ആരോ ഓഫ് ആക്കിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ ഗൗരി പറയണത് എന്ന് ചോദിച്ചു. എന്റെ മനസ്സില് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഫോണിലൂടെ അതൊന്നും ഇപ്പൊ തൽക്കാലം നിന്നോട് എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ ശങ്കർ എവിടെയാണെന്ന് നീ ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ശങ്കറിനെ നേരിട്ട് നീ ഒന്ന് കാണുകയും ചെയ്യണം എന്ന് പറഞ്ഞു. നീ ഒന്ന് സമാധാനപ്പെടേണ്ട ഗൗരിയെ, നീ വിഷമിക്കല്ലേ. ദേ നാളെ തന്നെ നമ്മുടെ ഏട്ടനെയും കൂട്ടി അങ്ങോട്ട് ജയിലിലേക്ക് ഞങ്ങൾ കാണാൻ വന്നിരിക്കൂട്ടോ. ദേ ഈ വേണിയാ പറയണെന്ന്. എന്താ അത് പോരെ വേണി? അത് പിന്നെ ശങ്കറിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായി കാണില്ലായിരിക്കും അല്ലേ? വേറെ കുഴപ്പമില്ലായിരിക്കുമല്ലോ. എന്തിട്ട് കുഴപ്പം? നീ ധൈര്യമായിട്ടിരിക്ക. നമ്മുടെ വടക്ക് നാഥനുള്ളപ്പോ ശങ്കർ ബായിക്ക് എന്ത് കുഴപ്പം ഉണ്ടാവാനാ വേണേ? നീ ഒന്ന് സമാധാനമായിട്ടിരിക്ക എന്ന് പറഞ്ഞു. പിന്നെ നാളെ ബുധനാഴ്ചയല്ലേ, ഞാൻ രാവിലെ ഏട്ടനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് എത്താം. ശരി, നീ സമാധാനമായിട്ടേ. പിന്നെ ആ വയറ്റിൽ കിടന്ന കുത്തി മറിയണതാ നമ്മുടെ ഉണ്ണിശങ്കറിനില്ലേ, ഉണ്ണിശങ്കറിനോടെ വേണി ചെറിയമ്മ അന്വേഷിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഗൗരിയെ, ദേ ഒരു ടെൻഷനും വേണ്ടാട്ടോ, നീ സമാധാനമായിട്ടിരുന്നോ. നമ്മുടെ വടക്കുനാഥന് ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ സമാധാനമായിട്ടിരിക്കുക, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. ശരി, അപ്പൊ നാളെ കാണാം എന്ന് പറഞ്ഞ് ഗൗരി ഫോണൊക്കെ വെച്ചു. എങ്കിലും ഗൗരിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ലക്ഷ്മി മേഡം ഇതെല്ലാം കേട്ടോണ്ട് അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ലക്ഷ്മിക്ക് ഇവളുടെ സങ്കടവും വിഷമൊക്കെ കാണുമ്പോൾ ഒരു വിഷമം. പിന്നെ നമ്മൾ കാണുന്നത് വേണിയെയും അതുപോലെ തന്നെ നമ്മുടെ അജിത്തിനെയാണ് കാണുന്നത്. അപ്പൊ ഇതേ സുരേന്ദ്രന്റെ അടുത്തേക്ക് അജിത്ത് വേണീനെ കൂട്ടിക്കൊണ്ട് എത്തിയിരിക്കുകയാണ്. താൻ എന്ത് തേങ്ങയാടോ പറയണത്? എന്റെ ശങ്കർ മഹാദേവനെ ഒരു പാണ്ടി ലോറിയിൽ കയറ്റി വിട്ടുന്നോ? എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി എന്ന് പറഞ്ഞു. അത് ശങ്കർ ഭായി എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എടോ, ഞങ്ങളുടെ ശങ്കർ ഭായി ഏത് ലോറിയിലാണ് താൻ കയറ്റി വിട്ടത് എന്ന് ചോദിച്ചു. പാണ്ടി ലോറി എന്ന് പറഞ്ഞിട്ട് എന്താണോ കാര്യം? ആ വണ്ടിയുടെ നമ്പർ എങ്കിലും തനിക്ക് ഓർമ്മയുണ്ടോടോ? അയ്യോ,
തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഏതോ ഒരു ലോറിയാ. ആ നമ്പർ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. താൻ എന്തിട്ട് വൃത്തികെട്ട മനുഷ്യനാടോ? തന്റെ കൂടെ പണിക്ക് വന്ന ഒരു മനുഷ്യന് അപകടം സംഭവിച്ചാലേ അയാളെ ഇങ്ങനെയാണോ ഒഴിവാക്കണത്? അല്ലെങ്കിൽ മിനിമം അയാളുടെ ബന്ധുക്കൾ ആരാണെന്ന് മനസ്സിലാക്കി അവരുടെ കയ്യില് സേഫ് ആയിട്ട് ഏൽപ്പിക്കേണ്ട മര്യാദയെങ്കിലും താൻ കാണിച്ചോടോ? എന്റെ പൊന്നു കുഞ്ഞെ, ഇത് എന്റെ തെറ്റല്ല. ശരവന്റെ ബന്ധുക്കളെ വിവരം അറിയിച്ച അവര് വന്ന ശേഷം അവനെ കൂട്ടി വിട്ടേ പോരെ എന്ന് ഞാൻ അളിയനോട് ചോദിച്ചതാ. അപ്പൊ അളിയനായി എന്നോട് പറഞ്ഞത് അതൊക്കെ വലിയ വയ്യാവേലിയാവും, നീ അവനെ അതിനു മുൻപ് ലോറി കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെയാ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു. പക്ഷെ അളിയൻ പറഞ്ഞു പേടിപ്പിച്ചപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ടാ അളിയന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാന്ന് നിങ്ങൾക്കറിയോ? അളിയൻ ഇത്രയും വലിയ ചതി ചെയ്തത് അത് ശങ്കർബായി ആണെന്ന് അറിഞ്ഞ നിമിഷം തന്നെ അളിയൻ അറ്റാക്ക് അടിച്ച് വീണു. ഇപ്പോഴത്തെ അളിയനുണ്ടല്ലോ ഹോസ്പിറ്റലാ എന്ന് പറഞ്ഞു. ഓ, ഇവരോടൊക്കെ എന്ത് പറയാനാ? ആകെ വേണിക്കും ടെൻഷനായിട്ടോ. ഇനി എന്ത് ചെയ്യും? ഗൗരിയോടൊന്ന് മറുപടി പറയും എന്നാണ് അറിയത്തില്ലാത്ത. പിന്നെ കാണും നമ്മുടെ ആദർശിനെയും വേണീനെയാണ് കേട്ടോ. അപ്പൊ ആദർശനോട് ഇങ്ങനെ ചോദിക്കണം, ആദർശേട്ടാ ഇനി നമ്മളിപ്പോ എന്താ ആദർശേട്ടാ ചെയ്യുക? എന്ത് സമാധാനമാ ഗൗരിയോട് പറയാ? എനിക്കറിയില്ല ആദർശേട്ടാ. അപ്പൊ അജിത്ത് ഉണ്ട് കേട്ടോ കൂടെ. അപ്പൊ ഇവര് 3 പേരോടെയാണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്നാലേ അളിയൻസേ, നമുക്ക് തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോയാലോ? ആ റൂട്ട് പിടിച്ച് എന്താ പറയുന്നത്? അത് ശരിയാട്ടോ എന്ന് വേണി വേഗം പറയാട്ടോ. അതെ, നമുക്ക് ആ ലോറി പോയ റൂട്ടില് നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല, അത് ഉറപ്പാ. പക്ഷെ അതില് വേറൊരു കുഴപ്പം കൂടി ഉണ്ടല്ലോ ആദർശേട്ടാ എന്ന് പറഞ്ഞു. ഇന്ന് ബുധനാഴ്ച അല്ലേ? ഇന്ന് നമ്മുടെ ഏട്ടനെയും കൂട്ടി ജയിലിലേക്ക് എത്താമെന്ന് ഞാൻ ഗൗരിക്ക് വാക്ക് കൊടുത്തതാ. അതിനിപ്പോ ഞാനിപ്പോ എന്താ ചെയ്യുക? എനിക്ക് ഒന്നും അറിയില്ല. അതെ ഏട്ടത്തി അമ്മ ഇതറിഞ്ഞാൽ സഹിക്കൂല കേട്ടോ, ഒരിക്കലും സഹിക്കില്ല. തൽക്കാലം ഈ കാര്യങ്ങളൊന്നും ഗൗരി അറിയണ്ട എന്ന് പറഞ്ഞു ആദർശേട്ടാ. അറിയണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നത്? വേണി, ഈ അവസ്ഥയില് ഇതോട് താങ്ങാനായിട്ട് അവൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ശങ്കറിന് സംഭവിച്ച കാര്യങ്ങൾ തൽക്കാലം ഗൗരി അറിയണ്ട, അത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ എന്നാലും വേണിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ആദർശനും അതെ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവനെയാണ്. ഗൗരിയെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അച്ഛനെ മോള് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, അച്ഛൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. വിധി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ മോളെ, അത് സത്യവാ, അതെനിക്ക് മനസ്സിലായി. ആ വിധിയാ നിന്നെയും എന്നെയും ഇവിടെ കൊണ്ടെത്തിച്ചത്. എന്തിനായിരുന്നു അച്ഛാ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഇത്ര ചതി ചെയ്യാനായിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ഗൗരി ഇങ്ങനെ മഹാദേവനോട് ചോദിക്കാണ്. അച്ഛൻ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് അച്ഛൻ കള്ളമൊന്നും പറയണില്ല മോളെ. അറിയാണ്ട് അല്ല, മനഃപൂർവ്വം തന്നെയാ അച്ഛൻ ഇതൊക്കെ ചെയ്തത്. അച്ഛന് അപ്പൊ വാക്കുകൾ ഇടറുകയാണ് കേട്ടോ. എന്നിട്ട് കണ്ണ് നിറയുന്നുണ്ട്. ആ ബാഗില് 1 കോടി രൂപ കള്ളനോട്ട് നിറയ്ക്കുമ്പോ എന്റെ മനസ്സില് നിറച്ച് നിന്നെ ഇങ്ങനെ തന്നെ കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് തന്നെയാ മോളെ ഞാനത് ചെയ്തത്. അച്ഛനോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ഗൗരി ഒരു ചോദ്യം ചോദിച്ചോ. എന്നെ ഈ കുരുക്കിലാക്കുന്നതിന് മുൻപ് ഒരു നിമിഷം പോലും അച്ഛൻ എന്റെ ശങ്കറിനെ കുറിച്ചോ അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ചോ അച്ഛൻ ഓർത്തില്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞു. മോളെ എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞു. നിന്നെ അച്ഛൻ തെറ്റിദ്ധരിച്ചു പോയതാ മോളെ. തട്ടിക്കൊണ്ടു പോവൽ നാടകത്തിന്റെ പിന്നില് നീയാണെന്ന്, അതിന്റെ സൂത്രധാര അല്ലെങ്കിൽ അതിന്റെ ബുദ്ധി നീയാണെന്ന് ഈ അച്ഛൻ തെറ്റിദ്ധരിച്ചു പോയതാ. എന്നെ ചതിച്ച് 1 കോടി രൂപ 1 കോടി രൂപ സ്വന്തമാക്കാൻ ശ്രമിച്ചതിനല്ല നിന്നെ ഞാൻ ശിക്ഷിച്ചത്. പക്ഷെ നീ എന്റെ കുട്ടി ശങ്കരനെ ചതിച്ചു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു മോളെ. അതുകൊണ്ട് മാത്രമാ ഞാൻ സത്യമായിട്ടും ഒരുപാട് വൈകിട്ടാണ് സത്യം അറിയാനായിട്ട് കഴിഞ്ഞത്. പക്ഷെ നീ ഗർഭിണി കൂടിയാണ് എന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാല് അച്ഛൻ എന്താ പറയുക, അച്ഛനാകെ തകർന്നു പോയി മോളെ. എന്നെ രക്ഷിക്കാനായിട്ട് ഒരുപാട് തവണ കുട്ടിശങ്കരൻ കെഞ്ചിയതാ. പക്ഷെ അപ്പോഴൊക്കെ സാമുദായിക നേതാവായ ചാരങ്ങാട്ട് മഹാദേവന്റെ ഇമേജ് സംരക്ഷിക്കാനാ ഈ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒടുവിൽ കുട്ടിശങ്കരനായിട്ട് തന്നെ ഈ അച്ഛന്റെ കണ്ണ് തുറപ്പിച്ചു മോളെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ നിന്നെ കാണാൻ വന്നത്. പക്ഷെ അവനുണ്ടല്ലോ എന്റെ കുട്ടിശങ്കരൻ,
അവനുണ്ടല്ലോ മോളെ, ഇവേ എല്ലാം കൂടി ആയപ്പോ ശരിക്കും ഇതെല്ലാം കൂടി ആയപ്പോ അച്ഛൻ വീണുപോയി മോളെ എന്ന് പറഞ്ഞു. നിന്നോട് നിന്റെ കുഞ്ഞിനോടും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും അച്ഛൻ അച്ഛൻ മോളോട് കൈ കൂപ്പി മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞോണ്ട് മഹാദേവൻ കരഞ്ഞുകൊണ്ടാണ് ഗൗരിയുടെ മുന്നിൽ നിൽക്കണം കേട്ടോ. ശരിക്കും കുറ്റബോധമുണ്ട്, ആള് തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. മോളെ അച്ഛനോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എന്താ എന്റെ ശങ്കറിന് പറ്റിയതച്ചാ, എന്താ എന്നിങ്ങനെ ചോദിക്കാണ്. പറയച്ചാ, അച്ഛൻ പറയാ, എന്താ എന്റെ ശങ്കറിന് എന്താ പറ്റിയെന്ന് അച്ഛൻ ഒന്ന് പറ. ഗൗരിയെ മോളെ നീ വിഷമിക്കല്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മളെ കുട്ടിശങ്കരനെ കാണാനില്ല മോളെ എന്ന് പറഞ്ഞു. അച്ഛാ, അച്ഛൻ എന്താ പറഞ്ഞത്? കുട്ടിശങ്കരനെ കാണാനില്ലെന്നോ? എന്റെ ശങ്കുവിനെ കാണാനില്ലെന്നാണോ അച്ഛൻ ഈ പറയുന്നത്? എന്റെ ശങ്കറിന് എന്താ പറ്റിയതച്ചാ പറയച്ചാ. തമിഴ്നാട്ടിലേക്ക് പോണ ഏതോ ഒരു ലോറിയില് അവനെ കയറ്റി വിട്ടു അത്രേ, അങ്ങനെയാ പറഞ്ഞത്. അതോടെ അവൻ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല മോളെ, അറിയില്ല എന്ന് പറഞ്ഞാണ് മഹാദേവൻ കരയുന്നത് കേട്ടോ. എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്, മോള് വിഷമിക്കണ്ട കേട്ടോ. പക്ഷെ ഇതുവരെ അവനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് ചോദിച്ചു ഗൗരി. തമിഴ്നാട്ടിലേക്ക് പോകുന്ന ലോറിയെ കയറ്റി വിട്ടെന്നോ? അതെ മോളെ, ശരിക്കും ഇല്ല, ഒരിക്കലുമല്ല, ഇത് സത്യമല്ല, ഇത് മുഴുവൻ കള്ളവാ. ഞാൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുമ്പോ എന്നെയും എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും എന്റെ ശങ്കർ ഒരിടത്തേക്ക് പോവില്ല എന്ന് പറഞ്ഞു ഗൗരി. എന്റെ ശങ്കറിന് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. മോളെ ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ മോളോട് പറഞ്ഞതൊക്കെ 100% സത്യമാട്ടോ. ഇതൊന്നും സത്യമല്ല. സ്വന്തം പ്രാണനെ പോലെ എന്നെ സ്നേഹിക്കുന്ന എന്റെ ശങ്കര എന്നെ ഉപേക്ഷിച്ചു പോയിന്ന് ഞാൻ എന്ത് വിശ്വസിക്കണം എന്ന് പറഞ്ഞ ഗൗരി അലറി വിളിക്കാണ്. മോളെ വേണ്ട, ഒന്നും പറയണ്ട, ഇതിലെന്തോ ചതിയുണ്ട്, ഉറപ്പാണ് എന്റെ ശങ്കർ എന്നെ ഉപേക്ഷിച്ചു പോയില്ലച്ച എന്ന് പറഞ്ഞു. മോളെ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. നീയും അവന്റെ കുഞ്ഞും എന്തിനാ ഈ ജയിലുണ്ടെന്ന് അവൻ അറിയില്ല മോളെ എന്ന് പറഞ്ഞു. അവര് ഓർക്കാൻ പോലും കഴിയില്ല. അച്ഛ എന്താ പറഞ്ഞത്? ഇപ്പൊ എന്താ ഈ അച്ഛൻ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അതെ മോളെ, എന്റെ ശങ്കർ എന്നെയും എന്റെ കുഞ്ഞിനെയും മറന്നു എന്നാണോ അച്ഛൻ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചോ. എന്റെ ശങ്കറോ? ഒരിക്കലും ഇല്ല. അതെ മോളെ, സത്യം പറഞ്ഞത്. അവൻ എല്ലാം മറന്നുപോയി മോളെ, എല്ലാം. എന്തിനാ? അവൻ നിന്നെയും അവന്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി മോളെ എന്ന് പറഞ്ഞു. എന്റെ വടക്കുന്നാഥാ, എന്തിനാ ഞാൻ എന്താ ഈ കേൾക്കുന്നത് എന്ന് ചോദിച്ച് ഗൗരി നിലവിളിച്ച് കരയാണ് കേട്ടോ. ഭയങ്കര സങ്കടത്തിലാണ്. അവന് ഇപ്പം ഒന്നും ഓർമ്മയില്ല മോളെ. ശരിക്കും അച്ഛൻ പറഞ്ഞതാ, നിന്നെയോ നിന്റെ കുഞ്ഞിനെയോ അതുപോലെ തന്നെ എന്തിനാ ചാരങ്ങാട്ട് വീടോ അതുപോലെ തന്നെ ഒന്നും തന്നെ ഈ അച്ഛനെയോ ഒന്നും അവന്റെ കുട്ടിശങ്കറിന് ഓർമ്മയില്ല. ഓർമ്മകള് മുഴുവനായിട്ട് നഷ്ടപ്പെട്ട് ഏതോ ഒരു അവസ്ഥയിലാ മോളെ അവൻ പോയിരിക്കുന്നത്. എന്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി തിരിഞ്ഞു നിന്നിട്ട് ഭയങ്കര ഒച്ചയ്ക്ക് ഇങ്ങനെ കരയാണ്. എന്റെ വടക്കുനാഥ, എങ്ങനെ നഷ്ടപ്പെടുത്താനായിട്ടാണോ നീ എന്റെ ശങ്കറിനെ എനിക്ക് വടക്കുനാഥൻ തിരിച്ചു തന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് കരയണത്. മോളെ നീ ഇങ്ങനെ കരയല്ലേ, നീ ഒന്ന് സമാധാനിക്ക. അതെ, നിന്നെ ഈ കേസിൽ നിന്ന് അച്ഛൻ രക്ഷപ്പെടുത്താൻ മോളെ. എന്തിനാ എന്ന് ചോദിച്ചോ. ഇനി എന്തിനാ അച്ഛൻ എന്നെ രക്ഷപ്പെടുത്തുന്നത്? വേണ്ട, എനിക്കിനി രക്ഷപ്പെടണ്ട, എനിക്ക് രക്ഷപ്പെടുകയേ വേണ്ട എന്ന് പറഞ്ഞു മഹാദേവനോട് കരയാണ്. മോളെ ഗൗരി, നീ എന്തൊക്കെയാ മോളെ ഈ പറയണത്? പറയച്ച, ഞാൻ ഇനി എന്തിനാ രക്ഷപ്പെടുന്നത്? എന്റെ ശങ്കറില്ലാതെ ഞാൻ ഇനി എന്തിനാ അച്ഛാ രക്ഷപ്പെടുന്നത്? എനിക്കിനി രക്ഷപ്പെടണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് മഹാദേവൻ ആകെ സങ്കടമായി. എന്നിട്ട് മഹാദേവനോടൊന്നും മിണ്ടാതെ ഗൗരി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മഹാദേവൻ അടിപ്പാട്ടെല്ലാം വീണുപോയി എന്ന് പറയുന്നതായിരിക്കും ശരി. ശരിക്കും ചാരങ്ങാട്ടും മഹാദേവൻ മരിച്ചു എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് മഹാദേവൻ എത്തുകയാണ്. കാണുന്നത് മഹാദേവനെയും അതുപോലെ തന്നെ വേണിനെയും ആദർശിനെയാണ്. അച്ഛാ, എന്തുട്ടായി കാര്യങ്ങള്? ശങ്കറിനെ കാണാനില്ല, കാര്യങ്ങള് ഗൗരിയോട് പറഞ്ഞോ? പിന്നെ വേണിമോളെ, അച്ഛൻ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങള്
അച്ഛനങ്ങ് നടപ്പിലാക്കുന്നതിന് മുൻപ് അച്ഛന്റെ വേണി മോള് അച്ഛന് വേണ്ടിയിട്ട് ചില ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ചെയ്തു തരണം കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ടാ അച്ഛൻ ഞാൻ ചെയ്യേണ്ടത്? അച്ഛൻ പറഞ്ഞോ ഞാനത് ചെയ്തു തരാന്നേ, ഞങ്ങൾ ചെയ്തു തന്നിരിക്കും എന്ന് പറഞ്ഞു. വേണിമോള് ദേ നീയും ആദർശം കൂടിയിട്ട് നമ്മുടെ ഗൗരി മോളെ ചാരങ്ങാട്ട് ഒന്ന് കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ചാരങ്ങാട്ട് കുടുംബത്തിന്റെ അനന്തരാവകാശി എന്റെ പൊന്നുമോൻ കുട്ടിശങ്കരന്റെ ഉണ്ണി ആ ഗൗരിയുടെ വയറ്റില് വളരുന്നത്. അതുകൊണ്ട് എന്റെ കുട്ടിശങ്കരൻ തിരിച്ചു വരുമ്പോഴേ അവന്റെ പെണ്ണും അവന്റെ കുഞ്ഞും എല്ലാ പേരക്കുട്ടിയും ഒക്കെ ചാരങ്ങാട്ടില്ലെങ്കിൽ അവൻ എന്നോട് ചോദിക്കില്ലേ മോളെ, അവരെന്തിയെ എന്ന് ചോദിക്കില്ലേ മോളെ? അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യണം, ഗൗരിയെ ചാരങ്ങാട്ട് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ അച്ഛൻ വേണി മോളെ ഏൽപ്പിക്കാണ് കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛാ നിങ്ങൾ രണ്ടുപേരോടെ ചേർന്നിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ മിഴിച്ചു നിന്ന് നോക്കണത്? ഞാൻ എന്തൊട്ടാ പറഞ്ഞതെന്നാ നിങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചോ. അച്ഛാ അല്ല, ഗൗരിയെ ചാരങ്ങാട്ട് കൂട്ടിക്കൊണ്ട് പോകേണ്ടത് അച്ഛൻ തന്നെയല്ലേ, പിന്നെ അച്ഛൻ എങ്ങോട്ട് പോണു എന്ന് ചോദിച്ചു വേഗം തന്നെ വേണി. ചോദിച്ചേ കേട്ടില്ലേ, ഗൗരിയെ ഞങ്ങളൊപ്പം വിട്ടിട്ട് അച്ഛൻ എങ്ങാ പോണെന്നാ ചോദിച്ചത്. അപ്പൊ ഒന്ന് ചിരിച്ചിട്ട് വേണിമോള് ശരിയും തെറ്റും നോക്കാണ്ട് ഒരുപാട് കാര്യങ്ങള് നിന്റെ അച്ഛനെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അതെന്തൊക്കെയാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാട്ടോ എന്ന് പറഞ്ഞു. അതിലൊന്നും അച്ഛന് ഒരു കുറ്റബോധവും ഇന്ന് വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ കുട്ടിശങ്കരനോടും അവന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അവന്റെ പെണ്ണിനോടും ഞാൻ ചെയ്ത തെറ്റ്, ഈ അച്ഛൻ ചെയ്ത തെറ്റുകളുണ്ടല്ലോ, അതൊരിക്കലും അതെനിക്ക് ക്ഷമിക്കാൻ എന്നോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയുന്നില്ല മോളെ എന്ന് പറഞ്ഞാണ് കരയണത്. അച്ഛാ കുട്ടിക്കാലം തൊട്ട് അച്ഛൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. കാലം മുതൽ ചെയ്തതിനൊന്നും പ്രായശ്ചിത്തം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ എനിക്ക് ഇപ്പൊ ഈ നിമിഷം ചെയ്ത ഈ തെറ്റിന് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അല്ലാണ്ട് ഈ അച്ഛന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞു. അല്ലാതെ എന്റെ കുട്ടിശങ്കരനെ വടക്കുനാഥൻ എനിക്ക് തിരിച്ചു തരില്ല മോളെ എന്ന് പറഞ്ഞാണ് മഹാദേവൻ കരയുന്നത്. ഇപ്പൊ കുട്ടിശങ്കരനെ ഓർത്ത് വേദനിച്ച് കരയാണ്. അച്ഛനിപ്പൊ എന്താ ചെയ്യാൻ പോണത് എന്ന് ചോദിച്ചു വേണി. എല്ലാ തെറ്റും ഞാൻ ഏറ്റു പറഞ്ഞ് അച്ഛനെ കോടതിയിൽ കീഴടങ്ങാൻ പോവാ. അച്ഛൻ എന്തായി പറയുന്നത് എന്ന് ചോദിച്ചു വേണി. വേണിമോളെ അത് വേണം മോളെ, വേണ്ടാന്ന് പറയരുത്, അങ്ങനെ തന്നെ വേണം. അച്ഛനെ അങ്ങനെ ചെയ്യണം മോളെ, അങ്ങനെ ചെയ്താലേ പറ്റൂ. കുട്ടിശങ്കരന്റെ പെണ്ണ് നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയ ഒരേ ഒരാള് എന്ന് പറയണത് ദേ ഈ ചാരങ്ങാട്ടെ മഹാദേവൻ മാത്രമാണ് മോളെ, അല്ലാതെ വേറെ ആരെ കൊണ്ടും സാധിക്കില്ല എന്ന് എനിക്കറിയാം. കോടതി അച്ഛന് എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിച്ചോട്ടെ, അച്ഛൻ സന്തോഷത്തോടു കൂടി തന്നെ ആ ശിക്ഷ ഏറ്റെടുത്തോളാം. അതിനൊന്നും എനിക്ക് ഒരു വിഷയമല്ല. എന്റെ കുട്ടിശങ്കരന്റെ പെണ്ണ് ഗൗരി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണം. അത് മാത്രമല്ല ഗൗരിയും നമ്മുടെ കുട്ടിശങ്കരന്റെ ഉണ്ണിയും സന്തോഷായിട്ട് ചാരങ്ങാട്ട് തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. മോളെ ദേ ഈ അച്ഛനുണ്ടല്ലോ, അച്ഛൻ ഇപ്പൊ ഈ നിമിഷം അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ജീവിതത്തിൽ ഒന്നും തന്നെ അച്ഛൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അതിശയത്തോടെ വേണിയും ആദർശം നിൽക്കുവാണ്. അച്ഛന് വേണമെങ്കിൽ ഒരു ഡമ്മി പ്രതിനെ കൊടുത്തിട്ട് വേണമെങ്കിൽ അച്ഛൻ അവിടെ നിന്ന് ഈ കേസിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടാട്ടോ, പക്ഷേ അത് വേണ്ടാട്ടോ എന്ന് പറഞ്ഞു. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ഈ തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ തെറ്റിനുള്ള ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കുക തന്നെ ചെയ്യണം അച്ഛാ എന്ന് വിളിച്ചു. വേണ്ട മോളെ, അതെ അത് വേണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അച്ഛന്റെ ആഗ്രഹം നടത്തി തരില്ലേ മക്കളെ എന്ന് ചോദിച്ചു. നമ്മുടെ ഗൗരിമോളെ നിങ്ങളെ ചാരങ്ങാട്ടൊന്ന് എത്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛന് വേണ്ടിയിട്ട് നിങ്ങളത് ചെയ്യില്ലേ മക്കളെ എന്ന് വീണ്ടും ചോദിച്ചു. അപ്പൊ വേണി കരഞ്ഞോണ്ട് ചെയ്യാം എന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ അതേ സൂപ്പർ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.